കണ്ണടകളെ പറ്റി പറയുമ്പോൾ പലർക്കും പല വികാരങ്ങളാണ് വരുന്നത്. ചില മാതാപിതാക്കൾ കുട്ടികൾ കണ്ണടകൾ വേണമെന്ന് പറയുമ്പോൾ അതങ്ങ് ജീവിതത്തിൻ്റെ അവസാനം പോലെ ഒരുപാട് വിഷമിക്കാറുണ്ട്. ചിലപ്പോൾ ചില ചെറുപ്പക്കാർ കണ്ണടകൾ കുറിച്ചു കൊടുക്കുമ്പോൾ വളരെ നന്നായി, ഇനി എൻ്റെ ഗ്ലാമർ കൂടും, ഇന്ന സിനിമയിൽ മമ്മൂട്ടിയോ മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജോ വെച്ച പോലത്തെ കണ്ണടകൾ എനിക്ക് വാങ്ങിച്ച് വെക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തിനാണ് കണ്ണടകൾ വെക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കിയിട്ട് അത് നിരന്തരമായി വെക്കേണ്ട ആവശ്യമുണ്ട്, വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നുള്ളത് നോക്കാം. കണ്ണടകളെന്ന് പറയുന്നത് കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുന്ന ഒരു ചെറിയൊരു ലെൻസാണ്. ഈ ലെൻസ് കണ്ണിലോട്ട് കിടക്കുന്ന പ്രകാശരശ്മികളെ ഫോക്കസ് ചെയ്യുന്നു. അതായത് കണ്ണിൻ്റെ നീളം കുറച്ച് കൂടുകയാണെങ്കിൽ, സീറോവിനേക്കാളും കുറച്ചുകൂടെ വലുതാണെങ്കിൽ കണ്ണിലോട്ട് കിടക്കുന്ന പ്രകാശരശ്മികൾ കണ്ണിൻ്റെ നാഡിയററ്റിൻ്റെ മുമ്പിലോട്ട് ഫോക്കസ് ആവുന്നു. ഇതിന് മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കോൺകേവ് ലെൻസുകൾ വെക്കുമ്പോൾ, മൈനസ് പവറുള്ള ലെൻസുകൾ വെക്കുമ്പോൾ ഈ ലൈറ്റ് കറക്റ്റായിട്ട് റെറ്റിനിലോട്ട് വീഴുകയും തെളിഞ്ഞ കാഴ്ചയും കിട്ടുന്നു. അതായത് കണ്ണടകൾ നമ്മൾ വെക്കുന്നത് കണ്ണിൻ്റെ അകത്തോട്ട് വീഴുന്ന പ്രകാശരശ്മികളുടെ കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കണ്ണടകൾ വെച്ച് കഴിഞ്ഞാൽ പവർ കൂടി വരുന്നു, എൻ്റെ കുട്ടിക്ക് കണ്ണടകൾ വെച്ചതുകൊണ്ടാണ് ഇത്രയും കട്ടി കണ്ണാടി വേണ്ടി വരുന്നത്. പിന്നെ ചിലരെങ്കിലും വിചാരിക്കാറുണ്ട്, കണ്ണാടി ഞാൻ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങനെ കൂടി പോകാറുണ്ട്, ഞാൻ കണ്ണടകൾ കഴിവതും ഒഴിവാക്കുന്നു. ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായ വശമില്ല. കാരണം നമ്മൾ കാലിൽ ചെരുപ്പിട്ടാൽ മുള്ളു കൊള്ളത്തില്ല, തലയിൽ തൊപ്പി വെച്ചാൽ വെയിൽ കൊള്ളത്തില്ല എന്ന് പറയുന്നത് പോലെയുള്ളൂ കണ്ണടകളും. വെറും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്, ലൈറ്റ് ഫോക്കസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് സ്ഥായിയായി കണ്ട പവർ കൂട്ടത്തുമില്ല കുറയ്ക്കത്തുമില്ല, വെക്കുന്ന സമയത്ത് തെളിഞ്ഞ കാഴ്ച കിട്ടുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണടകൾ വെക്കുമ്പോൾ പവർ കൂടി പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള പവർ എന്നുള്ള അനുസരിച്ചാണ് പവർ കൂടുന്നത്. നമുക്കൊരു 39-40 വയസ്സ് കഴിഞ്ഞിട്ട് വെള്ളെഴുത്തിൻ്റെ പ്രായമാകുമ്പോൾ സാധാരണ ഒരു 39-40 വയസ്സിൽ നമ്മൾ +1 പവർ വെച്ച് തുടങ്ങുന്നു. അല്ലെങ്കിൽ നമുക്ക് വളരെ അകത്തി പിടിച്ചാലേ കാര്യങ്ങൾ കാണാൻ ഒക്കുള്ളൂ. റീഡിങ് കണ്ണടകൾ വെക്കുമ്പോൾ കുറച്ച് അകത്തോട്ട് നമുക്ക് കാണാൻ ഒക്കുന്നു. അപ്പോൾ കണ്ണാടി വെച്ചാലും കണ്ണാടി വെച്ചില്ല എങ്കിലും പ്രായം കൂടുന്നതനുസരിച്ച് ഈ +1 +2 ആവുകയും പിന്നെ അവസാനം +3 ആവുകയും ചെയ്യുന്നു. അതായത് പ്രായം കൂടുന്നതനുസരിച്ചാണ് കണ്ണടകളുടെ പവർ മാറ്റം വരുന്നത്, അതല്ലാതെ കണ്ണാടി വെക്കുന്നതുകൊണ്ടല്ല. പിന്നെ ചിലരെങ്കിലും നല്ല കറക്റ്റായിട്ടുള്ള കണ്ണടകൾ വെച്ച് തെളിഞ്ഞ കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ ചെറിയൊരു മങ്ങൽ വന്നാൽ അവർക്ക് അടുത്ത കറക്റ്റ് പവറിലോട്ട് പോകണമെന്നൊരു ആഗ്രഹവും വ്യക്തത വേണമെന്നുള്ള തോന്നുന്നു. ഇതുകൊണ്ടാണ് കണ്ണടകൾ വെച്ചിട്ട് പവർ കൂടുന്നു എന്നുള്ള തോന്നൽ വരുന്നത്. യഥാർത്ഥത്തിൽ കണ്ണടകളുടെ പവർ കൂടുന്നത് കണ്ണടകൾ വെച്ചതുകൊണ്ടല്ല, നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചുള്ള വ്യത്യാസം കാരണമാണ് ഈ വെള്ളെഴുത്തിൻ്റെ കണ്ണടയുടെ പവർ കൂടി വരുന്നത്. രണ്ടാമതൊരു കൂട്ടം കണ്ണടകൾ വെക്കുന്നത് നമ്മളെ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ കണ്ണടകൾ വെച്ച് തുടങ്ങുമ്പോൾ അത് 0 പവറിലുള്ളതിനേക്കാളും മൈനസിലോട്ടാണ് വരുന്നതെങ്കിൽ ഈ മൈനസ് പവർ കുട്ടിയുടെ കണ്ണ് 0-നേക്കാളും കുറച്ചുകൂടെ നീളം കൂടിയത് കൊണ്ടാണ് അത് സ്വാഭാവികമായിട്ട് മൈനസ് പവർ കുട്ടി പൊക്കം വെക്കുമ്പോൾ പവർ കൂടിയേ വരുള്ളൂ, കുറഞ്ഞു വരില്ല. അതേസമയം പ്ലസ് പവർ വെക്കുന്ന കുട്ടികൾ, +1 +2 എന്നൊക്കെ പവർ വെക്കുന്ന കുട്ടികൾ കണ്ണുകൾ 0 പവറിനേക്കാളും കുറച്ചുകൂടെ ചെറുതായതുകൊണ്ട് കുട്ടി പൊക്കം വെക്കുന്നതനുസരിച്ച് ഈ പവർ കുറഞ്ഞു വരും. അതായത് കണ്ണടകൾ വെക്കുന്നതുകൊണ്ടല്ല കണ്ണട പവർ കൂടുന്നതും കുറയുന്നതും കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ഈ പവറിൽ വ്യത്യാസം വരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാലും ചില കാര്യങ്ങൾ കണ്ണാടിയുടെ പവറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഒരുപാട് നേരം കുട്ടികൾ വായിക്കുകയോ മൊബൈൽ നോക്കുകയോ അടുത്തുള്ള കാര്യം ഒരുപാട് നേരം ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കുറച്ച് പഠനങ്ങൾ കാണിക്കുന്നത് കുട്ടിയുടെ പവർ, മയോപിക് പവർ കൂടാനുള്ള പ്രവണത ഉണ്ടെന്നാണ്. അപ്പോൾ കുട്ടിക്കൊരു പവറുണ്ട്, 0 മൈനസ് പവർ ആണെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്യാൻ ഒക്കുന്നത്, ഒന്ന്, ഒരു അരമണിക്കൂർ കുട്ടി മൊബൈലോ കമ്പ്യൂട്ടറോ TV നോക്കി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് വിശ്രമിക്കാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കാൻ ആവശ്യപ്പെടുക. 2, കുറച്ച് നേരമെങ്കിലും വെളിച്ചത്തിലോട്ട് പോയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ശരീരത്തിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പവർ കൂടാനുള്ള പ്രവണത കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഡോസ് അട്രോപ്പിൻ പോലുള്ള തുള്ളിമരുന്നുകൾ ഒഴിച്ചാലും പവർ കൂടാനുള്ള പ്രവണത കുറയുന്നുണ്ട്. പുതിയതായിട്ടുള്ള രീതിയിലുള്ള ചില മയോപ്പിയ പ്രിവെൻഷൻ ലെൻസുകളുമുണ്ട്. ഈ ലെൻസുകളും കുട്ടിയുടെ കണ്ട പവർ കൂടുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്, കണ്ണടകൾ വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ കാഴ്ച കിട്ടുന്നു. കണ്ണടകൾ വേണ്ട കുട്ടികൾ കറക്റ്റായിട്ട് കണ്ണടകൾ വെക്കണം. കാലികമായി ഡോക്ടർ പറയുന്നതനുസരിച്ച് കണ്ട പവർ മാറ്റിക്കൊണ്ടിരിക്കുക. കുട്ടിയുടെ കണ്ട പവർ ഒരു അമിതമായി കൂടുന്നുള്ള വിഷമം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചാൽ ഈ പവർ കൂടുന്നതിൻ്റെ തോത് കുറയ്ക്കാനായിട്ടുള്ള പല മാർഗ്ഗങ്ങളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്.